ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട് ഏപ്രിൽ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് സ്കോർപ്പിയോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻ, നക്ഷത്രം സൈൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ബാധിക്കില്ല. മെസ്സേജസ് നിങ്ങളുടെ ലൈഫിനെ മാച്ച് ചെയ്യണ മെസ്സേജസ് എടുത്താൽ മതി. മറ്റേതൊക്കെ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളിതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണൽ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ കൺസൾട്ടേഷൻസ് പെയ്ഡ് സെഷൻസ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെമ്പർ ആവാം. മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് അഡ്വാൻസിൽ കാണാൻ പറ്റും. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് എന്താണ് നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ മെസ്സേജ് പറയണമെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ സ്കോർപ്പിയോ, എന്താണ് നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, ഈ പുതിയ സ്റ്റാൻഡ്സ് ഞാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടാണ് ആക്ച്വലി ഇത് എന്നെ ഗിഫ്റ്റ് ചെയ്തത്. ഇത് ഹാൻഡ് മെയ്ഡ് ആണ്. ആക്ച്വലി ഹാൻഡ് മെയ്ഡ് പെയിൻറ്റഡ് പറഞ്ഞാൽ പെയിൻറ്റിങ് ചെയ്ത പേഴ്സണലൈസ് സ്റ്റാൻഡ്സ് ആണിത്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. ഏപ്രിൽ മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങളുടെ നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഞാനിത് ഇവിടെ വയ്ക്കാം. നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി എന്താണ്? പാസ്റ്റ് എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 6 ഓഫ് വാൻഡ്സ്, കറണ്ട് എനർജി ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ, ഫ്യൂച്ചർ എനർജി ഹൈറോഫാന്റ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചാലഞ്ച് ഈ മാസം, ചാലഞ്ച് ആണ് മൂൺ. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിങ് ഓഫ് കപ്സ്. സർപ്രൈസ് ഫാക്ടർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാങ്ഡ് മാൻ. ഔട്ട്കം നിങ്ങൾക്ക് ഈ കാർഡ്. നമ്മൾക്ക് ഇത് എൻഡിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ സ്കോർപ്പിയോ, ഇവിടെ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് ഇവിടെ ഒരു റൊമാൻറ്റിക് മെസ്സേജ് വരണ എനർജിയാണ്. അപ്പോൾ ഈ മാസം റൊമാൻസ് ആണ് കൂടുതൽ ഞാൻ കാണുന്നത്. പക്ഷേ ഇത് ഒരു ഗുഡ് ന്യൂസിൻ്റെ എനർജിയും ആവാം. ഓക്കെ, കരിയറിൽ ഒരു ഗുഡ് ന്യൂസ് വരണ എനർജി ആവാം. പക്ഷേ മോസ്റ്റ്ലി ഇതൊരു റൊമാൻറ്റിക് എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്താണ് ഈ നൈറ്റ് ഓഫ് കപ്സ്? ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിൾസ്, ഇത് അബണ്ടൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ പൈസയുടെ കാര്യത്തിലും ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ അബണ്ടൻസ് കൊണ്ടുവരണ മാസമാണ്. ഓക്കെ, കുറേ നല്ല സമയമാണ് വരാൻ പോണത്. ഫിനാൻഷ്യലി ആൻഡ് റൊമാൻറ്റിക് സിറ്റുവേഷനിലും നിങ്ങൾക്ക് എന്തോ ഒരു മെസ്സേജ് വരണു. ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് നടക്കണം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ വരുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ എന്താ ഉണ്ടായേ? പാസ്റ്റിൽ 6 ഓഫ് വാൻഡ്സ് ആണ് കാണുന്നത്. 6 ഓഫ് വാൻഡ്സ് ഇവിടെ റെക്കഗ്നിഷൻ്റെ എനർജിയാണ്, റിവാർഡിൻ്റെ എനർജിയാണ്, ഫെയിമിൻ്റെ എനർജിയാണ്, പോപ്പുലാരിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ ഇത് എന്താണ് ഈ 6 ഓഫ് വാൻഡ്സ്? പേജ് ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങൾക്കൊരു പേഴ്സൺ ഇഷ്ടമായിരുന്നു. ഈ പേഴ്സൺ കുറേ ഒരു പോപ്പുലർ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരുന്നു. പറഞ്ഞാൽ അവർക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവാം. ഇല്ലേച്ചാൽ അവർ കുറേ ഒരു പോപ്പുലർ പേഴ്സൺ ആണ് ഓഫീസിൽ. ഇല്ലേച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ അവർ കുറേ ഫ്രണ്ട്സ്, അവരുടെ തന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. കുറേ ഒരു വെൽ നോൺ പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഈ പേഴ്സണ് ഇഷ്ടമായിരുന്നു, കുറേ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ. 9 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇവിടെ ഞാനൊരു റിലേഷൻഷിപ്പ് ആയിട്ട് കാണില്ല. ഉണ്ടായാലും അതൊരു പുതിയ തുടക്കമായിരുന്നു. നിങ്ങൾ മേ ബി ഫ്രണ്ട്സ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ തൽക്കാലം ഇപ്പോഴത്തെ എനർജി വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ എന്തോ ഒരു ഡെസ്റ്റിനിയുടെ എനർജി ഇവിടെ കാണാണ്ട്, എന്തോ ഒരു സമയം ചേഞ്ച് ആവണ എനർജി കാണാണ്ട്. എന്താണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ?
5 ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ മാറണോ ഈ മാസം? ഓക്കെ, ഞാൻ കാണുന്നത് ഈ സിറ്റുവേഷൻ, പാസ്റ്റിലുണ്ടായ സിറ്റുവേഷൻ എന്തോ അതിലൊരു മാറ്റം വരണോ. ഇപ്പോൾ ഞാൻ കാണുന്നത് കുറേ നെഗറ്റിവിറ്റിയാണ്, കുറേ ജെലസ് എനർജീസ് ഉണ്ട്, കുറേ വഴക്കുണ്ടാവണ എനർജി ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ടാവണോ, കുറേ കാര്യങ്ങൾ പറഞ്ഞ മുമ്പത്തെ മാതിരി അല്ല ഈ പേഴ്സൻ്റെ കൂടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ക്രോസ് റോഡ്സിലാണ്, നിങ്ങൾക്ക് അറിയില്ല എന്താ ഇപ്പോൾ ചെയ്യണ്ടേന്ന്, ഇത് ഫ്യൂച്ചറിൽ ശരിയാവോ, ഞാൻ പ്ലാൻ ചെയ്ത മാതിരി നടക്കുമോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേ സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആൻഡ് നിങ്ങൾ നല്ല ഒരു പ്ലാനിങ് ഫേസിലാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു റിസ്ക് എടുക്കണം എന്നില്ല, മുമ്പോട്ട് പോകണേ മുമ്പേ നിങ്ങൾ ഷുവർ ആവണം നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്താൽ അത് ശരിയാവോ, അതല്ല എനിക്ക് വേറെ ഒരു തുടക്കം ഉണ്ടാവോ. അപ്പോൾ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. ഞാൻ കാണുന്നത് ഇവിടെ ഹൈറോഫാണ്ടാണ് ഫ്യൂച്ചറിൽ. അപ്പോൾ ഫ്യൂച്ചറിൽ ആദ്യം ഞാൻ ഒരു മെൻറ്റോറുടെ എനർജി കാണുന്നുണ്ട്, ഒരു ഗൈഡൻസ് വരണ എനർജി കാണുന്നുണ്ട്, പേജ് സ്വോർഡ്സ്. നിങ്ങളെ ആരോ ഗൈഡ് ചെയ്യണോ, ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് ആരോ ഒരു അഡ്വൈസ് തരണ എനർജി കാണണ്ട. ഈ അഡ്വൈസ് തരണത് എന്തോ ഒരു ഷോക്കിംഗ് ചേഞ്ച് കൊണ്ടുവരണോ നിങ്ങളുടെ ലൈഫിൽ. എന്താ വെച്ചാൽ ഈ പേഴ്സൺ ഈ അഡ്വൈസ് വരണതും നിങ്ങൾക്ക് എന്തോ ഒരു ഈ സിറ്റുവേഷനിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് വേറൊരു പേഴ്സൺ എന്തോ ഒരു ഗോസിപ്പ്, ഇല്ല വെച്ചാൽ ഒരു ന്യൂസ് പറയണു, അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് വരണു. ഈ പേഴ്സണെ കുറിച്ച് എന്തോ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തോ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നുണ്ട് ഈ പേഴ്സണെ കുറിച്ച്. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം മൂൺ എനർജിയാണ്. അപ്പോൾ മൂൺ എനർജി ഇമോഷൻസിൻ്റെ എനർജിയാണ്, സീക്രറ്റ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തോ ഒരു സീക്രട്ട് പുറത്തു വരണു, എന്തോ ഒരു അറിയാത്ത കാര്യം അതൊക്കെ എക്സ്പോസ് ആവുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് ഒരു വിഷ് ഉണ്ടായിരുന്നു അത് ഇത് എൻ്റെ ലൈഫിൽ ഉണ്ടാവണം എന്ന്. പക്ഷേ എവിടെയോ ഈ സീക്രറ്റ്സും അതൊക്കെ പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാവണോ, അത് ഇത് ശരിയാവോ, എന്താ കുറേ ആങ്സൈറ്റി ഉണ്ട് നിങ്ങൾക്ക് ഈ മാസം. 6 ഓഫ് സ്വോർഡ്സ്, ഇത് ചിലവർക്ക് ഒരു ട്രാൻസ്ഫോർമേഷണൽ സമയമാണ്. കുറേ മാറ്റങ്ങൾ ഉണ്ടാവണോ, കുറേ ചേഞ്ചസ് ഉണ്ടാവണോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്താ നടക്കണമെന്ന്, എന്താ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത പോലെ. അപ്പോൾ അഡ്വൈസ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിങ് ഓഫ് കപ്സ് ആണ്. യൂണിവേഴ്സ് നിങ്ങളോട് ഇമോഷണലി ഒരു ബാലൻസ് വെക്കാനാണ് പറയുന്നത്. എന്താ വെച്ചാൽ നിങ്ങളുടെ എനർജിയിൽ കുറച്ചൊരു ഇമ്പൾസീവ് എനർജി ഉണ്ട്. നിങ്ങൾ വേഗം ഒരു കാര്യത്തിൽ ഒരു കൺക്ലൂഷൻ നിങ്ങൾ ചെയ്യണു, ഇല്ല വെച്ചാൽ ഒരു കാര്യത്തിൽ ഉടനെ നിങ്ങൾ മറുപടി കൊടുക്കണു, ആക്ഷൻ എടുക്കണു. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ ആക്ഷൻ എടുക്കുക, പക്ഷേ അതിലൊരു ബാലൻസ് വേണം. എന്താ വെച്ചാൽ ഒരു മെച്ചോറിറ്റി വേണം, ഒരു ക്ലാരിറ്റി വേണം. ആക്ഷൻ എടുക്കണം മുമ്പേ കുറേ സൂക്ഷിച്ചിട്ട് വേണം. അതല്ലാണ്ട് നിങ്ങളുടെ ലൈഫിൽ ഞാൻ കാണുന്നത് ഒരു പുതിയ പേഴ്സണും വരാൻ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് 2 ആൾക്കാരുടെ ഇടയ്ക്ക് ചോയ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ആലോചിച്ചിട്ട് വേണം ഈ ചോയ്സ് എടുക്കുക. എന്താ വെച്ചാൽ ഒരു പേഴ്സൺ ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, മറ്റേ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഏത് പേഴ്സൻ്റെ കൂടെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഉള്ളത്, അത് നിങ്ങൾക്ക് നല്ല പോലെ ആലോചിച്ചിട്ട് വേണം ഈ ഡിസിഷൻ എടുക്കുക. ഹാങ്ഡ് മാൻ ആണ് സർപ്രൈസ് ഫാക്ടർ. അപ്പോൾ സർപ്രൈസ് ഫാക്ടറിലും ഞാൻ കാണുന്നത് കുറച്ചൊരു പോസ് ആണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ലെറ്റ് ഗോ ചെയ്യേണ്ടി വരുന്നു ലൈഫിൽ. നിങ്ങൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ മുമ്പോട്ട് പോവാണ്. പക്ഷേ ഇവിടെ ഒരു ഹാപ്പി ഔട്ട്കം ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത പോലെ ഒരു നല്ല റിലേഷൻഷിപ്പ് വരും. പക്ഷേ അത് നിങ്ങൾ വിചാരിച്ച പേഴ്സൻ്റെ കൂടെ ആയിരിക്കില്ല. ടെമ്പറൻസ് എനർജീൻ്റെ ഇവിടെ ബാലൻസിൻ്റെ എനർജിയാണ്, ഇത് പീസിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ പോണത് അതിലൊരു ബാലൻസ് വരും, ഒരു പീസ്ഫുൾ റെസൊല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ ഡിസിഷൻ എടുക്കണ വരെ കുറച്ചൊരു നിങ്ങളുടെ മനസ്സിലൊരു അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കാം, കുറച്ചൊരു പേടി ഉണ്ടാവും, കുറച്ചൊരു ആങ്സൈറ്റി ഉണ്ടാവും. അപ്പോൾ ഔട്ട്കം നിങ്ങൾക്ക് എന്താണ്? ഇവിടെ ഔട്ട്കം നമ്മൾക്ക് നോക്കാം. ഔട്ട്കം നിങ്ങളുടെ 4 swords ആണ്. അപ്പോൾ 4 swordsഉം മെൻ്റലി നിങ്ങൾ കുറേ സ്ട്രെസ് ഉണ്ടാവും, നിങ്ങളുടെ മെൻ്റൽ സ്ട്രെസ് കുറേ ഉണ്ടാവും. 10 of swords ഉണ്ട് ഇവിടെ, ഒരു ബിട്രയലിൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ ഏതോ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്.
ഒരു സെപ്പറേഷൻ്റെ എനർജി കാണുന്നുണ്ട്. പക്ഷെ അതല്ലാണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ട്. കുറേ ആങ്സൈറ്റി ഉണ്ട്, അപ്പോൾ അത് സൂക്ഷിക്കണം. മെൻ്റൽ ഹെൽത്തിലാണ് കൂടുതൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ഈ മാസം. എന്താ വെച്ചാൽ മെൻ്റലി കുറേ സ്ട്രെസ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സ്ട്രെസ് നിങ്ങളുടെ കൂടുണ്ടാവും. എന്താ വെച്ചാൽ ഈ ഡിസിഷൻ എന്താ എടുക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ് പറയണത്? ഓറക്കിൾ മെസ്സേജ് ഇവിടെ ഇഫ് യു ബിലീവ് എന്നാണ് വന്നിരിക്കണേ. ഓക്കെ, അപ്പോൾ ഇഫ് യു ബിലീവ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ബിലീവ്സ് അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞ മാതിരി മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ കുറേ പവർഫുൾ ആണ്. നിങ്ങൾ ബിലീവ് ചെയ്യണത് കാര്യം അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. പെർഫെക്റ്റ് ടൈമിങ് വന്നിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ടൈമിങ് ആവുമ്പോഴാണ് എല്ലാം കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുക. ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കാം, പക്ഷെ ആ ശരിയായ സമയത്ത് എല്ലാം ശരിയാവും. ഓക്കെ, അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയണേ. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ ജെമിനായി എനർജിൻ്റെ മജിഷ്യൻ, ടെമ്പറൻസ്, സാജിറ്റേറിയസ്, കുറേ ആക്ച്വലി അക്വേറിയസ്, ലീബ്ര, ജെമിനായി ഉണ്ട് ഇവിടെ. ഓക്കെ, ആൻഡ് സ്കോർപ്പിയോ ഉണ്ട്. ഓക്കെ, ടോറസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സൈൻസ് ഇവിടെ ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ചെയ്തു, നിങ്ങൾക്കൊരു കൂടുതൽ ഇൻഫർമേഷൻ, ക്ലാരിഫിക്കേഷൻ വേണം, ചെറു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കമൻറ്റ് ചെയ്ത് പറയുക ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയെന്ന്. ഒരു ഇമോജി ഇട്ടാൽ മതി, എനിക്ക് മനസ്സിലാവും ഇത് റെസൊനേറ്റ് ആയിന്ന്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.